ഇതാ മറ്റൊരു സാക്ഷ്യം. ഇതുപോലെ ഈശോ അനുഗ്രഹിച്ചതിൻ്റെ മറ്റൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ, എൻ്റെ പേര് റോസമ്മ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. എൻ്റെ നിയോഗം, എൻ്റെ മോളുടെ ഹസ്ബൻഡിന് പിന്നെ ഒരു ജോലിയും കിട്ടിയില്ലായിരുന്നു. മോനും അവർക്കൊരു മോളുമുണ്ട്. അവരിപ്പോൾ UK-യിലാണ്. അവൻ ഒത്തിരി പ്രാർത്ഥിച്ചു. 7 ഇൻ്റർവ്യൂ അവൻ പങ്കെടുത്തു. ഒന്നും ശരിയായി വന്നില്ല. പിന്നെ എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഗ്രേസി എന്ന സഹോദരി എനിക്ക് ഈ ജെറുസലേമിൽ ആരാധനയുടെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. 8ാമത് അവനൊരു ഇൻ്റർവ്യൂ നടത്തി. അതിൻ്റെ അകത്ത് ആദ്യം പാസ്സായില്ലായിരുന്നു. ആ കൂടെ പാസ്സായവർ കുറച്ച് പേരുണ്ടായിരുന്നു. മോനതി പാസ്സായില്ല. അപ്പം ഞാൻ ഒക്ടോബർ മാസം തൊട്ട് ഇവിടുത്തെ ആരാധന ലിങ്ക് എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ജയമാലയിലും ആരാധനയിലും ഞാൻ പങ്കെടുത്തു. മോന് ഞാനത് അയച്ചു കൊടുത്തു. മോനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോ എന്ന്. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും റിസൾട്ട് വന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ റിസൾട്ട് വന്നു. മോൻ പാസ്സായിന്ന്. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ UK-യിൽ അവന് മോള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നല്ലൊരു ജോലി ദൈവം അവന് സഹായിച്ചു കൊടുത്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾ ജെറുസലേം ടീം അംഗങ്ങൾക്കും ഞങ്ങളുടെ കാനാട്ടച്ഛനും ഒത്തിരി നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഈശോയിലുള്ള വിശ്വാസം നോക്കുക. ഈശോ ഇത്രയും നാളും ആയിട്ട് തന്നില്ല, കിട്ടിയില്ല. എന്നാൽ ഇനി ആരാധനയെ സംബന്ധിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് തരുമെന്ന് അങ്ങ് വിശ്വസിച്ചു. ആ വിശ്വാസം അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്തു. ഇതുപോലെ UK-യിൽ നല്ല ജോലി കൊടുത്ത് ഈ അമ്മയുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന്, മക്കളെ അനുഗ്രഹിച്ചതിന് കൈകളടിച്ച് സന്തോഷത്തോടെ നമുക്ക് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. എല്ലാവരും ഒരുമിച്ച് മഹത്വം മഹത്വം നല്ല സന്തോഷത്തോടെ മഹത്വം മഹത്വം യേശുവിന്.